ശോഭമാ ആ രാത്രി മാഞ്ഞുപോയി ആ രക്തശോഭമാ ആയിരം കിനാക്കളും പോയി മറഞ്ഞു ആ രാത്രി മാഞ്ഞുപോയി പോയി ആ രക്തശോഭമാ ആയിരം കിനാക്കളും പോയി മറഞ്ഞു ആ രാത്രി മാഞ്ഞു പോയി പോയി ആ രക്തശോഭമാ ആയിരം കിനാക്കളും പോയി മറഞ്ഞു ആ രാത്രി മാഞ്ഞു പോയി പോയി ആ രക്തശോഭമാ ആയിരം കിനാക്കളും പോയി മറഞ്ഞു ആ രാത്രി മാഞ്ഞു പോയി നൈസ് 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 കാർത്തിക അടിപൊളിയായിരുന്നോടാ സൂപ്പറായിട്ട് പാടി ആൻഡ് നല്ല ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതാണോ എന്റെ ചേച്ചി ചേച്ചി കസിൻ ചേച്ചി കസിൻ ചേച്ചി ഓക്കെ ചോദിക്കാം ശരത് സർ കാർത്തിക എന്തോ നല്ല പാട്ട് കാർത്തിക താങ്ക് യു സർ ഇത് ആരാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയാമോ സാർ മൂവി പഞ്ചാഗ്നി മ്യൂസിക് ചെയ്തത് ബോംബെ രവി സാർ ലിറിക്സ് എഴുതിയത് ONV കുറുപ്പ് സാർ പാടിയത് ചിത്രാമ്മ കുറേ സന്തോഷം കുറേ എന്താ പറയുക ആ ഒരു കാലം ഓർമ്മ വരും ഓരോ പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് ആ ഒരു പീരീഡ് ഓർമ്മ വരും ആ പാട്ട് നമ്മൾ കേട്ടിരുന്ന ആ സമയമൊക്കെ ഓർമ്മ വരും ഇന്നലെ ആരോ ഏതാണ് ജാനകി അമ്മയുടെ പാട്ട് പാടിയപ്പം എനിക്കെൻ്റെ അമ്മയെ വല്ലാണ്ട് മിസ് ചെയ്തു അതങ്ങനെയാണ് ഓരോ പാട്ടുകളും അപ്പം നന്നായിട്ട് പാടി പുഷ്പങ്ങൾ തേടി വരും കഥകൾ ചൊല്ലാം പൂവിനെ പോലും നുള്ളി നോവിക്കാനരുതാത്ത കേവല സ്നേഹമായി നീ അരികിൽ നിൽക്കൂ
ശബ്ദടപ്പുണ്ടോ? ഇല്ല. ഒരടപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കാർത്തിക. അതെന്താന്ന് അറിഞ്ഞൂടാ. പാടിപ്പോൾ മുകളിലുള്ള അങ്ങോട്ടൊക്കെ പോകുമ്പോൾ പോലും അത് ഇച്ചിരി സ്ട്രെയിൻ തോന്നുന്നുണ്ട് പാടുമ്പോൾ. ഒരു കൂളവസ്ഥയല്ല, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ കാർത്തിക, ഇത് ശരിയായിക്കൊള്ളുക. ഇത് ഈ ഒരു നല്ല സുഖമായിട്ട് തന്നെ പാടി കേട്ടോ. അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. സുഖമായിട്ട് തന്നെ പാടി. നല്ല രസമുണ്ടല്ലോ. എനിക്ക് മൊത്തത്തിൽ ഒരു അടപ്പ് ഫീൽ ചെയ്തു, അതേ ഉള്ളൂ. നമുക്ക് ആ അടപ്പ് തെറിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. ഹായ് കാർത്തിക. ഹലോ സർ. എനിക്ക് ആ സ്ട്രെയിൻ ആണ് ആക്ച്വലി ഫീൽ ചെയ്തത്. പിന്നെ ആ ഹമ്മിങ്സും ഞാൻ ആക്ച്വലി വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലർക്കും അവിടെ വന്നിട്ട് ചോദിച്ചപ്പോൾ ഈ അടപ്പിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. സ്ട്രെയിൻഡ് ആണ്, അടപ്പുണ്ട്, ഇത് തൊണ്ടവേദനയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കുറേ പേര് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആ കൂട്ടത്തിലുള്ളതായിരിക്കും. ചിലപ്പം ഇപ്പോഴത്തെ കാലമല്ലേ, എന്തൊക്കെ ടൈപ്പ് പനിയും ജലദോഷവും തൊണ്ടവേദനയുള്ളതെന്നുള്ളതും നമുക്കറിയില്ലല്ലോ. ഇത് ഒരു ചെറിയൊരു ഫിലമെൻറ്റിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ വണ്ടി ഓടുന്നത്. അപ്പോൾ അത് ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളത്, വെള്ളം കുടിക്കുക. പിന്നെ വാമാക്കി വെക്കുക. അതിപ്പോൾ നമ്മൾ ഈ എഞ്ചിനൊക്കെ അത് കുറച്ചൊരു ചൂടുള്ള എഞ്ചിനാണെങ്കിൽ അത് നന്നായിട്ട് പെർഫോം ചെയ്യും. കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അത് തണുത്ത എഞ്ചിനാണെങ്കിൽ അത്രയും അത് സമയമെടുക്കും. വാമായിട്ട് വന്നിട്ടായിരിക്കും അതിൻ്റെ 100% അത് തരാൻ പോകുന്നത്. അപ്പോൾ ഇത് വാമാക്കി വെക്കുക എന്നുള്ളതാണ്. അതിന് വെച്ച് പതയ്ക്കുന്ന വെള്ളം എടുത്ത് കുടിക്കുക എന്നുള്ളതല്ല, ഒരു വാം വാട്ടർ ജസ്റ്റ് കീപ് സിപ്പിങ്. അപ്പോൾ വെച്ചാൽ ഇത് ഹൈഡ്രേറ്റഡ് ആവും, ഇത് വെറ്റാവും. അപ്പോൾ അത് സിംഗിങ്ങിൽ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇവിടെ പലരും നമ്മൾ കാണുന്നതാണല്ലോ, ഫ്ലാസ്കും കൊണ്ടേ നടക്കാറുള്ളൂ. എന്ന് വെച്ചാൽ ഫ്ലാസ്കും കൊണ്ട് നടന്നിട്ടുള്ള ലോകത്തുള്ള വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കണം എന്നല്ല ഞാൻ പറയണേ. കീപ്പ് ഇറ്റ് ഹൈഡ്രേറ്റഡ് ആൻഡ് കീപ്പ് ഇറ്റ് വാം. അത് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. പിന്നെ അഗൈൻ മറ്റൊരു കാര്യം, സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം സിംഗേഴ്സിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്കല്ല, ഫുൾ ടൈം. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാതിരിക്കുന്നത്. സിംഗേഴ്സിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അസിഡിറ്റി എന്ന് പറയുന്നൊരു സാധനം, ആസിഡ് റീഫ്ലക്സ് എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് ഈ മെഡിക്കൽ കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു അകത്ത് ഇതിനകത്തുള്ള ആസിഡ് നേരെ ഇങ്ങോട്ടേക്ക് കയറി വരും. എന്നിട്ട് അത് ഇവിടെ വന്ന് നശിപ്പിക്കാൻ തുടങ്ങും. അതവിടെ പിന്നെ അത് മാറ്റാൻ വേണം അടുത്ത ഒരു എഫേർട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. കാർത്തിക പെണ്ണെ, നല്ല സോങ് സെലക്ഷൻ, നന്നായിട്ട് പാടുകയും ചെയ്തു. ആള് നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇന്നൊരു എന്താണ് വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് നല്ല ഹെയർ സ്റ്റൈൽ. അതെന്താണ്, അതിന് വല്ല പേരും ഉണ്ടോ ഈ ഹെയർ സ്റ്റൈലിന്? അറിയില്ല. ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. മോള് നന്നായി പാടുകയും ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇതിൽ എല്ലാ കാര്യങ്ങളും സാർ പറഞ്ഞു, അതൊക്കെ തന്നെ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്. ഈ വാക്കുകൾ കുറച്ചുകൂടി ഒന്ന് ഉച്ചരിക്കുന്ന ഒന്ന് രീതി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഈസിയർ ആവും പാടാൻ. ഈ ഒക്കെ കംപ്ലീറ്റ് ആ സാധനമൊക്കെ ഫിനിഷ് ആവാത്തത് ആ ആകാരമായിട്ട് വരാത്തോണ്ടാണ്. പല അക്ഷരങ്ങളും അതുപോലെ മോളൊന്ന് ശ്രദ്ധിക്കണം. ഈ നമ്മൾ തന്നെ ചിലപ്പോൾ പാടുന്ന സമയത്ത് ഊന്ന് പാടുന്ന ചിലപ്പോൾ ഓന്നായിരുന്നു ആയിരിക്കും കേൾക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ അതിന് ക്ലാരിറ്റി കൊടുത്താൽ മാത്രമേ ആ അക്ഷരം ശരിയാൽ മാത്രമേ ആ ട്യൂണ് ശരിയാവുള്ളൂ. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് അക്ഷരവും ട്യൂണും തമ്മിൽ. അതാരും ശ്രദ്ധിക്കാഞ്ഞൊരു കാര്യമാണ്. എപ്പോഴും നമ്മൾ ലിറിക്ക് പോട്ടെ, അത് നമ്മളുടെ ഒരു സംസാരിക്കുന്ന നോർമൽ വീട്ടിൽ സംസാരിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ മലയാളികളാണ്, നമുക്ക് മലയാളം കൃത്യമായി അറിയാം. അപ്പം നമ്മൾ ആ ലാഘവത്തിൽ അങ്ങ് എടുക്കും ആ ഭാഷ. പക്ഷേ അതിന് കുറച്ചുകൂടി സ്ഫുടമായ രീതിയിൽ പറഞ്ഞാൽ മാത്രമേ അത് സംഗീതത്തിൽ പുറത്ത് വരുമ്പം വൃത്തിയായിട്ട് നമുക്ക് പാടാൻ സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ പാട്ടിനെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ലിറിക്സൊക്കെ അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ലിറിക്ക് കുറച്ചുകൂടി നിങ്ങൾ വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ പാടാൻ കുറച്ച് സുഖം ഉണ്ടാവും. അപ്പോൾ മോൾ അതൊന്ന് ആ ഒരു ആസ്പെക്റ്റ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു കേട്ടോ. വളരെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. സ്പെഷ്യലി ഞാൻ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ ചരണം തുടങ്ങിയപ്പോഴത്തേക്ക് മോൾ കുറച്ചൊന്ന് കോൺഫിഡൻ്റ് ആയി. അതുവരെ ഒന്ന് ഇങ്ങനെ പമ്മി ശരിയാവുമോ തട്ടി തടഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ചരണമായപ്പോഴത്തേക്ക് അങ്ങ് സ്റ്റഡിയായി. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആദ്യം മുതലേ അത് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്യണം. കാരണം ഇത് നിങ്ങൾക്ക് ഈ ഒരു വേദി എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാർക്ക് കിട്ടുന്ന ഒരു വേദിയാണ്. ഇങ്ങനെ ഒരു ദിസ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ, ഒരു ഗോൾഡൻ മെലഡി അല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ ആ കിട്ടുന്ന ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. എന്തോ മാർക്ക്. കാർത്തിക. എന്തോ സർ? 7.6. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. കാർത്തിക 6.7.
താങ്ക് യു മാം. മതിയോ അത്? മതിയോ? മതി. ഫ്ലോയിൽ പറഞ്ഞത് മതിയോ അത്? ഞാൻ ഫ്ലോയിൽ പറഞ്ഞത് ആണോ? എന്നോട് എന്നാ ക്ഷമിക്ക് അത് സാറേ. തിരിച്ചിട്ടേക്കാം. 7.6. താങ്ക് യു ചേച്ചി. ഷാനിക. ഓക്കെ, സോ ടോട്ടൽ 15.2. അടുത്ത റൗണ്ട് അടിപൊളിയാക്കണം.